ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത വ്യാജ സിദ്ധൻ അറസ്റ്റിലായി. താൻ മഹദി ഇമാമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന സജിൽ ഷറഫുദ്ദീൻ ഉതിരംപൊയിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊളത്തൂർ പോലീസ് നെടുമങ്ങാട് നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇയാൾ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇയാൾ ഒളിവിലായിരുന്നു. ആഭിചാര ക്രിയകൾ നടത്തി ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞാണ് പ്രതി യുവതിയെ ആദ്യം പരിചയപ്പെടുന്നത്. നിരവധി ആഭിചാര ക്രിയകളും അന്ധവിശ്വാസങ്ങളും നിരത്തി ഇയാൾ ആ പരാതിക്കാരിയെ വിശ്വസിപ്പിച്ചു. ആഭിചാരക്രിയ ചെയ്യാറുന്ന വ്യാജേന ഇയാൾ പരാതിക്കാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കയറി. സെപ്റ്റംബർ 20 രാത്രി 11ഓടെയാണ് ഇയാൾ ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ചു കയറി വായ പൊത്തിപ്പിടിച്ച് ആ യുവതിയെ പീഡിപ്പിച്ചത്. പ്രതിയായ സജിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു സമാനമായ കേസിലും പ്രതിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെയാണ് ഈ വ്യാജ സിദ്ധൻ ബലാത്സംഗം ചെയ്തത്. ആത്മീയ കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും താൻ മഹദി ഇമാം ആണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പ്രതിയുടെ പല യൂട്യൂബ് വീഡിയോകളും. മിറാക്ക് പാത്ത് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ഫോളോവേഴ്സുമുണ്ട്. ലോകാവസാനമാകുമ്പോൾ ഭൂമിയിൽ ദുഷിപ്പ് കൂടുകയും അന്ധത പരക്കുകയും അജ്ഞത കളിയാടുകയും നേതൃത്വം അന്യായം കൈയാളുകയും ചെയ്യുമ്പോൾ പ്രഭാതത്തിലെ സൂര്യോദയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമാം മഹദിയുടെ വരവുണ്ടാകും. അദ്ദേഹം ഭൂമിയിൽ നീതിയും ന്യായവും നിറക്കും. ലോകം അതോടെ അനുഗ്രഹീതമായ 7 വർഷങ്ങൾക്ക് സാക്ഷിയാവും. അഥവാ മഹദി ലോകത്തെ നയിക്കുന്ന 7 വർഷങ്ങൾക്ക് തുടക്കമാകും. അതാകട്ടെ അന്ത്യനാളിൻ്റെ അടയാളവുമായിരിക്കും. ഇതാണ് ഇമാം മഹദിയെക്കുറിച്ചുള്ള മതസങ്കല്പം. ഇതേ മഹദി ഇമാം ആണെന്ന് പറയുന്ന ആളിനെയാണ് ഇപ്പോൾ പീഡനക്കേസിൽ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടത്. കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ് ഒളിവിൽ പോയിരുന്ന പ്രതിക്കെതിരെ കൂടുതൽ പരാതിക്കാർ ഇനി രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ DYSP പ്രേംജിത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഇയാൾക്കായുള്ള ഓപ്പറേഷൻ നടത്തിയത്. കൊളത്തൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രൈജുവിന്റെ നേതൃത്വത്തിൽ CPOമാരായ സുധീഷ് നജ്മുദ്ദീൻ ബിജു, സുധീഷ് മേൽമുറി, വനിതാ CPO ഗ്രേസ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ നെടുമങ്ങാട് നിന്നും അറസ്റ്റ് ചെയ്തത്. എന്നാൽ അറസ്റ്റിലായിട്ടും യാതൊരു കൂസലുമില്ലാതെ ഒരു കുഴപ്പവുമില്ല, ഇത് വെറും കള്ളക്കേസാണ്, ഞാൻ രക്ഷപ്പെട്ട് ഉടനെ പുറത്തുവരും എന്നാണ് ഇയാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രതി യൂട്യൂബ് ചാനലിലൂടെ ഇമാമാണെന്ന വ്യാജേന ആത്മീയമായ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. സജിൽ ഷറഫുദ്ദീൻ ഉതിരംപൊയിൽ, ഷൈഖുന സജിൽ ചെറുവാണക്കാട് എന്നീ നിരവധി പേരുകളും ഇയാൾക്കുണ്ട്. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്.